നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ 3 സാക്ഷ്യങ്ങൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്നതിന് എന്നെക്കുറിച്ച് സാക്ഷിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നതുമില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശുക്രിസ്തു താൻ ദൈവമാണ് എന്നുള്ളതിന് 3 തെളിവുകൾ, 3 സാക്ഷ്യങ്ങൾ പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, ലോകം അവനാൽ ഉളവായി, നിങ്ങൾ അവനെയാണ് കൈക്കൊള്ളുന്നത്, അവനാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനാണ്, ഈശ്വരം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പിലെ കൂട്ടും, പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, മനുഷ്യനെ ന്യായം വിധിക്കാൻ ഇടാത്ത തീയിലിട്ട് ചുട്ടുകളയാൻ അധികാരമുള്ളവനാണ് എൻ്റെ പിന്നാലെ വരുന്ന യേശു എന്ന് യോഹന്നാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ യേശു പറയുകയാണ്, എന്തു തന്നെയായാലും യോഹന്നാൻ ഒരു മനുഷ്യനല്ലേ, എനിക്ക് ആ മനുഷ്യൻ്റെ സാക്ഷ്യം വേണ്ട. എന്നാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ്, സാക്ഷ്യമാണ്. 1 യേശു വെള്ളത്തെ വീഞ്ഞാക്കി, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചു, ഭൂതബാധിതർക്ക് സൗഖ്യം നൽകി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി, മുടന്തർക്ക് സൗഖ്യം നൽകി, ചെകിടർക്ക് സൗഖ്യം നൽകി, കുരുടർക്ക് സൗഖ്യം നൽകി. എന്തിന്? മരിച്ചവർ ഉയർപ്പിച്ചു, ഇണങ്ങാത്ത കഴുതപ്പുറത്ത് സഞ്ചരിച്ചു, കടലിലെ മത്സ്യങ്ങളെ നിയന്ത്രിച്ചു, മരങ്ങളെ നിയന്ത്രിച്ചു, പക്ഷികളെ നിയന്ത്രിച്ചു, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി. തീർച്ചയായിട്ടും യേശു ദൈവമാണ് എന്ന്. അപ്പോൾ യേശുവാണ് കാറ്റിനെ സൃഷ്ടിച്ചത്, കടലിനെ സൃഷ്ടിച്ചത്, മരങ്ങളെ സൃഷ്ടിച്ചത്, മൃഗങ്ങളെ സൃഷ്ടിച്ചത്, മത്സ്യങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യന് മരണം നിയമിച്ചത്, രോഗികളുടെ മേൽ, സകല രോഗങ്ങളുടെ മേൽ യേശുവിന് അധികാരം, പിശാചിൻ്റെ മേൽ യേശുവിന് അധികാരം. അപ്പോൾ യേശു ദൈവമാണെന്ന് തെളിയിക്കുവാൻ യോഗ്യമായ അടയാളം യേശു ചെയ്തു. ലോകത്തിൽ ആളുകൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന മറ്റ് ആര് ചെയ്തതിനേക്കാളും എന്തെങ്കിലുമൊക്കെ 1-2 അടയാളങ്ങളൊക്കെ ചെയ്ത, 1-2 അത്ഭുതമൊക്കെ ചെയ്ത ആളുകൾ കണ്ടേക്കാം. അത് എന്തെങ്കിലും സിദ്ധി കൊണ്ടോ എന്തെങ്കിലും ശക്തി കൊണ്ടോ ആയിരിക്കാം. എന്നാൽ ദൈവം മനുഷ്യനായവനാണ് യേശു എന്ന് പ്രകൃതിശക്തികളെ നിയന്ത്രിച്ചുകൊണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചതിനെ വീഞ്ഞാക്കി, അപ്പത്തെ അതിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ച്, 5 അപ്പത്തെ വർദ്ധിപ്പിച്ച് 5000 കഴിക്കത്തക്കവണ്ണം, പിന്നെ മിച്ചം ഉണ്ടാകത്തക്കവണ്ണം ഒക്കെ ആക്കിയത് ദൈവത്തിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുന്നത്? അപ്പോൾ യേശു ചെയ്ത പ്രവർത്തികൾ, അത്ഭുതങ്ങൾ താൻ ദൈവമാണെന്നുള്ളതിന് തെളിവാണ്. രണ്ടാമത് പിതാവ് തന്നെ സാക്ഷ്യം പറഞ്ഞു. യേശു സ്നാനപ്പെട്ട സമയത്ത് യോഹന്നാൻ്റെ കൈക്കീഴെ നമുക്ക് മാതൃകയായി സ്നാനപ്പെട്ട സമയത്ത് പിതാവ് പറഞ്ഞു. അന്ന് അവിടെ അടുത്ത് നിന്ന ആളുകളൊക്കെ അത് കേട്ടു. യോഹന്നാൻ ശാപകം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പിന്നൊരു സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് മറുമലയിൽ യോഹന്നാനും പത്രോസും യാക്കോബും ഉണ്ടായിരുന്ന സമയത്ത് പിതാവ് പറഞ്ഞു. അപ്പോൾ പിതാവ് എനിക്ക് സാക്ഷ്യം തന്നിരിക്കുന്നു. മൂന്നാമതായിട്ട്, നിങ്ങൾ വളരെ പവിത്രമായി കരുതുന്ന ന്യായപ്രമാണം അല്ലെങ്കിൽ ബൈബിൾ, പഴയ നിയമം, അതിലെന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങൾ രാപകൽ ബൈബിൾ വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ എന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുത്തൻ വരും, അവൻ സർപ്പത്തിൻ്റെ തലയെ തകർക്കും. എല്ലാവരും പുരുഷന്മാരുടെ സന്തതികളാണ്, പുരുഷബന്ധത്തിലാണ് മനുഷ്യൻ ജനിക്കുന്നത്. എന്നാൽ
പുരുഷബന്ധമില്ലാതെ സ്ത്രീയിൽ നിന്ന് ഒരാളുണ്ടാകും. അതാണ് മിക്കവാറും യേശുവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചനം. പിന്നീട് മോശ പറഞ്ഞ്, എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങി അവരെന്നെ തള്ളിക്കളഞ്ഞു, എന്നാൽ ഒരിക്കൽ അവർ തന്നെ കൈക്കൊള്ളാനിടയായി. അതുപോലെ യേശു ഈ ലോകത്ത് വരും, അവനെ അവർ തള്ളിക്കളയും, കുരിശിക്കും, എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, അവനെ ആളുകൾ അംഗീകരിക്കാനിടയാകും, എന്നെപ്പോലൊരു പ്രവാചകൻ എന്നാണ് മോശ പറഞ്ഞത്. അതുപോലെ യേശു പെസഹ കുഞ്ഞാട് എന്നുള്ളത് യേശുവിന് നിഴലാണ്. മരുഭൂമിയിലെ പിച്ചള സർപ്പം യേശുവിന് നിഴലാണ്. അപ്പോൾ യേശുവിൻ്റെ ധാരാളം നിഴലുകൾ പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. യേശു ബേത്ലഹേമിൽ ജനിക്കും, യഹൂദ ഗോത്രത്തിൽ അബ്രാഹാമിന്റെ വംശത്തിൽ ജനിക്കും, യേശു മിസ്രൈമിൽ പോകാനിടയാകും. അതുപോലെ യേശുവിൻ്റെ ജനന സമയത്ത് വിദ്വാൻമാർ കാഴ്ചയുമായി വരുവാൻ ഇടയാകും. യേശു ഗലീലയിലും ശമരിയയിലും യഹൂദിയയിലും ഒക്കെ പ്രസംഗിക്കാനിടയാകും. യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളയും. 30 വെള്ളിക്കാശിന് ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കും. എന്നാൽ യേശു കൈയും കാലും തുളയ്ക്കപ്പെട്ട് മരത്തിൽ തൂങ്ങി മരിച്ച ശേഷം അടക്കപ്പെടുമെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് തുടങ്ങി ധാരാളം പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ട്. പക്ഷേ ഈ വേദപുസ്തകം വായിക്കുന്ന ആളുകൾക്ക് അതിൽ മശിഹ വരുന്ന ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം, ആ മശിഹയെ സ്വീകരിക്കണം എന്നൊരു ചിന്ത അവർക്കില്ലായിരുന്നു. വേദപുസ്തകം വായിച്ചാൽ വലിയ പുണ്യമാണ് എന്ന് വിചാരിച്ചു. കുറെ ക്രിസ്ത്യാനികളും അങ്ങനെയാണ്, ആവർത്തിച്ച് വേദപുസ്തകം വായിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ 100 പ്രാവശ്യം വേദപുസ്തകം വായിച്ചു, ഞാൻ 90 വായിച്ചു, ഞാൻ 50 വായിച്ചു, ഞാൻ 30 വായിച്ചു. അത് വാസ്തവത്തിൽ യഹൂദന്മാരുടെ സ്വഭാവമാണ്. അവര് കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ള ഒരു സമൂഹത്തിൽ, ഒരു സംഘടനയിൽ അംഗങ്ങളാണ്. അതിനൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ അന്ധവിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് അവരെന്ത് പറയുകയാണ്, ഞാൻ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന്. നമ്മൾ എത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നത് കൊണ്ടും കാര്യമില്ല. ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന യേശുവിൻ്റെ ശിഷ്യരാകണം, യേശുവിനെ പൂർണ്ണമായി അനുസരിച്ച് അവനെ സ്നേഹിക്കാൻ തയ്യാറാകണം. അതാണ് രക്ഷാമാർഗം. അത് ചെയ്യുന്നില്ല എങ്കിൽ ബൈബിൾ വായന കൊണ്ട്, സഭായോഗത്തിന് പോകുന്നത് കൊണ്ട്, സ്തോത്രകാഴ്ച വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, പക്ഷേ ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്ക് വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.